വെറും 15 വയസ്സുള്ള ഒരു ബാലൻ തന്നെ ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്റെ പേർ സ്വർണ്ണക്ഷരങ്ങളിൽ എഴുതിച്ചേർത്തിരിക്കുകയാണ്. അതേ വൈഭവ് സൂര്യവംശി എന്ന ഈ യുവതാരം അതിൽ നടത്തിയ പ്രകടനം ഇപ്പോൾ എല്ലാവരും വിസ്മയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് ടീമിനെതിരായ മത്സരത്തിൽ വെറും 36 പന്തുകളിൽ തന്നെ ഒരു 100 റൺസ് നേടിയതിലൂടെ ഈ കുട്ടി ചരിത്രം കുറിച്ചു. ഇതുവരെ ഈ ലീഗിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വേഗമേറിയ 100കളിൽ ഒന്നാണ് ഇത്. അതും ഇത്തരമൊരു ചെറുപ്പത്തിൽ നേടിയത് ഈ നേട്ടത് കൂടുതൽ വലിയതാക്കുന്നു. ഈ ഇന്നിംഗ്സിൽ അദ്ദേഹം അടിച്ച സിക്സുകളുടെ എണ്ണം തന്നെ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 12ഓളം സിക്സുകളും നിരവധി ബൗണ്ടറികളും ഉൾപ്പെട്ട ഈ ഇന്നിംഗ്സ് കാണുമ്പോൾ തന്നെ ഇത് സാധാരണ ഒരു കളിക്കാരന്റെ പ്രകടനം അല്ലെന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷേ ഈ കുട്ടി ഭാവിയിൽ ലോക ക്രിക്കറ്റിന്റെ മുഖം തന്നെ മാറ്റാൻ പോകുന്ന താരമായിരിക്കാം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഇന്നിംഗ്സ് ഒരു പ്രതികാര ഇന്നിംഗ്സായി മാറിയതാണ്. കാരണം ഇതിനു മുൻപ് ഇതേ ടീമിനെതിരായ മത്സരത്തിൽ അദ്ദേഹം ആദ്യ പന്തിൽ തന്നെ പുറത്തായിരുന്നുവെന്നതാണ് സത്യാവസ്ഥ. അങ്ങനെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം തന്നെ വീണ്ടും അതേ ടീമിനെതിരെ ഇത്തരമൊരു പ്രകടനം നടത്തിയത് അദ്ദേഹത്തിന്റെ മാനസിക ശക്തിയും ആത്മവിശ്വാസവും എത്രമാത്രം വലിയതാണ് എന്ന് കാണിക്കുന്നു. ഈ ഇന്നിംഗ്സിലൂടെ അദ്ദേഹം മറ്റൊരു വലിയ നേട്ടവും സ്വന്തമാക്കി. 20 ഓവർ ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് നേടുന്ന ഏറ്റവും ചെറുപ്പക്കാരനായി മാറി. വെറും കുറച്ച് പന്തുകളിൽ തന്നെ ഈ നേട്ടം കൈവരിച്ചതാണ് ഈ റെക്കോർഡിനെ കൂടുതൽ പ്രത്യേകമാക്കുന്നത്. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം മറികടന്നാണ് ഈ കുട്ടി പുതിയ ചരിത്രം സൃഷ്ടിച്ചത്. ഒരു യുവതാരം ഇത്ര വേഗത്തിൽ ഈ നേട്ടം നേടുന്നത് വളരെ അപൂർവമാണ്. ഈ പ്രകടനം അദ്ദേഹത്തിന്റെ കഴിവ് മാത്രമല്ല സ്ഥിരതയും തെളിയിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അതിനാൽ ഇത് ഒരു ഭാഗ്യം കൊണ്ടുള്ള പ്രകടനം അല്ലെന്ന് ഇപ്പോൾ വ്യക്തമാണ്. സ്ഥിരതയോടെ വലിയ പ്രകടനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് സൂര്യവംശി. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് കാണുമ്പോൾ ഒരു കാര്യമാണ് വ്യക്തമായി കാണാൻ കഴിയുന്നത്. കളിയുടെ ഓരോ ഘട്ടവും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കഴിവ് അദ്ദേഹത്തിനുണ്ട്. തുടക്കത്തിൽ തന്നെ ആക്രമണാത്മകമായി കളിച്ച് എതിരാളികളുടെ ആത്മവിശ്വാസം തകർക്കുകയും പിന്നീട് അതിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം. ഈ രീതിയിലുള്ള കളി സാധാരണയായി വളരെ പരിചയസമ്പന്നരായ കളിക്കാരിൽ മാത്രമാണ് കാണാറുള്ളത്. എന്നാൽ വെറും 15 വയസ്സുള്ള ഒരു ബാലനിൽ ഇത് കാണുന്നത് തന്നെ അത്ഭുതകരമാണ്. ഈ ഇന്നിംഗ്സിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത അദ്ദേഹത്തിന്റെ ഓരോ പന്തിലും നേടിയ റൺസ് നിരക്കാണ്. അതായത് വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാനുള്ള കഴിവ്. ഇത് ഇന്നത്തെ ക്രിക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ യുവതാരങ്ങളിൽ ഒരാളായി വിലയിരുത്തുന്നു. ഈ പ്രകടനത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളും അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എതിർ ടീമിലെ കളിക്കാരും അദ്ദേഹത്തെ അഭിനന്ദിച്ചത് വലിയ കാര്യമാണ്. ഒരു എതിരാളി ഇങ്ങനെ പ്രശംസിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലവാരം എത്ര ഉയർന്നതാണ് എന്ന് വ്യക്തമാക്കുന്നു. ഈ പ്രകടനത്തിന് ശേഷം ആരാധകരുടെ പ്രതികരണവും അതിശയകരമാണ്. എല്ലായിടത്തും ഈ കുട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അടുത്ത തലമുറയുടെ സൂപ്പർ താരം എന്ന വിശേഷണമാണ് പലരും നൽകുന്നത്. ഇന്ത്യയുടെ ഭാവി ഇപ്പോൾ സുരക്ഷിതമാണെന്ന് പോലും ചിലർ അഭിപ്രായപ്പെടുന്നു. ഈ പ്രകടനം കാണുമ്പോൾ അതിൽ തെറ്റില്ലെന്ന് തന്നെ പറയാം. കാരണം ഈ പ്രായത്തിൽ തന്നെ ഇത്തരമൊരു ആത്മവിശ്വാസവും കഴിവും കാണിക്കുന്നത് അപൂർവമാണ്. എന്നാൽ ഈ മത്സരത്തിൽ ഒരു ചെറിയ ആശങ്കയും ഉണ്ടായിരുന്നു. ഈ വലിയ ഇന്നിംഗ്സിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ പരിക്ക് പറ്റിയെന്ന വിവരം പുറത്തുവന്നു. അതോടെ ആരാധകർക്ക് ഒരു ആശങ്കയും ഉണ്ടായി. കാരണം ഇത്തരമൊരു പ്രതിഭയുള്ള താരത്തെ നഷ്ടപ്പെടുത്താൻ ആരും ആഗ്രഹിക്കില്ല. എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് പിന്നീട് ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ടു പോയാൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ദേശീയ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിയും എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനകം തന്നെ ആഭ്യന്തര മത്സരങ്ങളിലും യുവതല മത്സരങ്ങളിലും അദ്ദേഹം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പ്രകടനം ഒരു തുടക്കം മാത്രമാണ് എന്ന് പറയാം. ഇനി മുന്നോട്ടു പോകുമ്പോൾ അദ്ദേഹം എങ്ങനെ തന്റെ പ്രകടനം തുടരുന്നു എന്നതാണ് പ്രധാന കാര്യം. കാരണം ക്രിക്കറ്റിൽ സ്ഥിരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരൊറ്റ വലിയ ഇന്നിംഗ്സ് കൊണ്ട് മാത്രം ഒരു താരം വലിയതാവില്ല. എന്നാൽ തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴാണ് ഒരു താരത്തിന്റെ യഥാർത്ഥ നിലവാരം തെളിയുന്നത്. ഇപ്പോൾ വരെ കാണിച്ച പ്രകടനങ്ങൾ നോക്കുമ്പോൾ സൂര്യവംശിക്ക് അതിന് കഴിവുണ്ടെന്ന് വ്യക്തമാണ്. ഒടുവിൽ പറയാനുള്ളത് വെറും 15 വയസ്സിൽ തന്നെ ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ കുട്ടി ഭാവിയിൽ എന്തൊക്കെ നേടുമെന്നത് കാത്തിരിക്കേണ്ടതാണ്. ഈ പ്രകടനം ഒരു തുടക്കം മാത്രമാണ്. ഇനി വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കുട്ടി ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ താരമായി മാറുമോ? കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ.